ട്രക്കിന്റെ ക്യാബിൻ ഭാഗം കൃത്യമായി അറിയാനാണ് ആദ്യം ശ്രമിക്കുക എന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നു. ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും സ്ഥലത്ത് ഡ്രോൺ പരിശോധനയുണ്ടാകും. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ കൂടി എത്തിയാൽ കൂടുതൽ സഹായകമാകുമെന്നും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ 24-നോട് പറഞ്ഞു. ഇനിയുള്ള മണിക്കൂറിൽ ഏറെ നിർണായകമാവുക തുടർന്നുള്ള പരിശോധനയാണ്. ഇപ്പോൾ റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ പരിശോധന, തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. സാർ, നമ്മൾ ഇതിനോടകം തന്നെ ഓപ്പറേഷൻ ഓണാണ്. നമ്മൾ എങ്ങനെയാണ് ഇന്ന് ബാക്കി കാര്യങ്ങൾ നടത്തുക? ആക്ച്വലി നമ്മുടെ അറ്റംപ്റ്റ് ആയിരുന്നു ഇന്ന് രാത്രി തന്നെ ഡ്രോണിനെ ഉപയോഗിച്ചിട്ട് അത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. പക്ഷേ ബാറ്ററി വരാൻ കുറച്ച് നേരം എടുക്കുന്ന കാരണം നാളെ രാവിലെ എത്തുള്ളൂ. അപ്പോൾ വി ആർ യൂസ് ദാറ്റ് ടൈം. നമുക്ക് ഒരു നല്ല ബ്രീഫിംഗ് കിട്ടിയിട്ടുണ്ട് ഫ്രം ദി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ആർമി, നേവി, എയർഫോഴ്സ് എല്ലാവരും നല്ല ബ്രീഫിംഗ് തന്നു. ദേ ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. അവരുടെ അസസ്മെൻറ്റ് പ്രകാരം വി ഹവ് ഹോം ഡൗൺ ടു എ സ്മോൾ ലൊക്കേഷൻ, റിവറിൻ്റെ മിഡിലായിട്ട്, പുഴയുടെ മിഡിലായിട്ട്. വി ആർ ഹോപ്പ്ഫുൾ ആ ലൊക്കേഷൻ തന്നെയാണ് കറക്റ്റ് ട്രക്കിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഡ്രോൺ ആക്ടിവേറ്റ് ചെയ്ത ശേഷം അവിടെ ഈ ഡ്രോണിൻ്റെ സ്കാൻ നടത്തിയിട്ട് ബെസ്റ്റ് പ്രൊഫൈലിംഗ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആ പ്രൊഫൈലിംഗ് ചെയ്താൽ അതിൻ്റെ ഏത് റൂട്ട് എടുത്തിട്ട് നമുക്ക് ബെസ്റ്റായിട്ട് ക്യാബിന് എത്താൻ പറ്റും, അതൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ നോക്കുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് ദ നേവൽ ഡൈവേഴ്സ്. കാരണം അവിടെ ഒരുപാട് കറണ്ട് ഉണ്ട്. ഇറ്റ്സ് വെരി റിസ്കി ഫോർ നേവൽ ഡൈവേഴ്സ് ഇൻ റോൾ ടു ഗോ ഇൻ. വേറെ ഒരു വഴിയില്ല അവരെ എടുക്കാനായിട്ട് പുറത്ത്. സോ ഇതൊക്കെ നോക്കുമ്പോൾ ദിസ് ഡ്രോൺ ഓപ്പറേഷൻ വിൽ ബിക്കം ക്രിട്ടിക്കൽ. അത് എങ്ങനെ മോസ്റ്റ് പ്രിസൈസ് മാനറിൽ വെതർ കേട് വന്നാലും എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഇപ്പോൾ നമ്മൾ വില്ലേജ് പറയുന്നത്. ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ നല്ല ഭയങ്കര മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഓപ്പറേഷൻ ടീം വരുന്നിട്ട് ഇപ്പോൾ ഡിസൈഡ് ചെയ്ത് മഴ ആയാലും നമുക്ക് എങ്ങനെ ഈ ഡ്രോണിനെ അയച്ചിട്ട് അതിനെ വിത്തൗട്ട് സ്പോയിലിംഗ് ദ ഡ്രോൺ ഹൗ വി ക്യാൻ ഡു, ആ പ്ലാനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരൊറ്റ കാര്യം, ഈ ട്രക്ക് നാളത്തെ നമ്മുടെ പരിശോധനയിൽ ട്രക്ക് കൃത്യം എക്സാക്ട് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയല്ലേ? യെസ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്ന് കൺഫേം ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി നേവിയും ആർമിയും ഇവിടുത്തെ SP പോലീസും അവരെല്ലാം കൂടിയിട്ട് ഐ തിങ്ക് ദേ ഹാവ് ഹോം ഡൗൺ ടു എ വെരി ഗുഡ് ലൊക്കേഷൻ. അത് ക്രെഡിറ്റ് ഡെഫിനറ്റ്ലി അവർ കൊടുക്കണം. ബിക്കോസ് അവർ ദേ ഹാവ് യൂസ് ദ ടൈം വെരി വെൽ ഡിസ്പൈറ്റ് ദി വെതർ ചാലഞ്ചസ്, ഡിസ്പൈറ്റ് റിസ്ക് എക്സെട്ര. അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ടും ഒരു നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ കൺഫേം ചെയ്യണം. സോ ദാറ്റ് ദി റിസ്ക് പീപ്പിൾ ആർ ടേക്കിംഗ് ദ റിസ്ക്, ആ റിസ്കിൻ്റെ വാല്യൂ കിട്ടിയിട്ട് വി ക്യാൻ പ്രൊവൈഡ് എ റെസ്ക്യൂ ടു ദി പേഴ്സൺ. അതിന് ആർ ബെസ്റ്റ് എഫേർട്ട് ഫോർ ദാറ്റ്. ഇക്കാര്യത്തിൽ ചില തടസ്സങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ കഴിവിൻ്റെ പരമാവധി ചെയ്യും. നിലവിലിപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ, 24 ശിരൂർ. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായി തന്നെ, പ്രത്യേകിച്ച് ഇന്നലെ, അതിനു മുൻപത്തെ ദിവസവും വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷേ ഈ കാലാവസ്ഥ വലിയ പ്രതികൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്, പ്രതിസന്ധിയാകുന്നുണ്ട്. എങ്കിൽ പോലും തെരച്ചിൽ ഊർജിതമായി തന്നെ ഇന്ന് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങും. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുൻ ക്യാബിനകത്ത് ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ക്യാബിൻ ലൊക്കേറ്റ് ചെയ്യുക. ഇതിൻ്റെ വലിയൊരു പ്രതിസന്ധിയാകുന്നത് ഈ ലോറി തലകീഴായാണ് കിടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ആ രീതിയിൽ താഴെ നിന്ന് ക്യാബിൻ കണ്ടെത്തുക, അതിൽ അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ രക്ഷിക്കുക, അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷമാകും ഈ ട്രക്ക് അവിടെ നിന്ന് ഉയർത്തുന്നതിന് മുൻപുള്ള ചില നടപടികളുണ്ട്. അത് കൃത്യമായി അവിടെ ലോക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടികളിലേക്ക് കടക്കുക. അർജുൻ ജീവനോടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും എല്ലാവരും. കാരണം വളരെ കൃത്യമായിട്ട് ഒരുപാട് കാലങ്ങളിലെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വലിയ പ്രതിസന്ധികളിൽ നിന്നും 10-40 ദിവസമൊക്കെ അതിനെയൊക്കെ അതിജീവിച്ച് പുറത്തു വന്ന ചരിത്രമുണ്ട്. അത് ഒരു മഹാത്ഭുതം സംഭവിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.